പാക് സൈന്യത്തിന്റെ റാവൽപിണ്ടിയിലെ കമാൻഡ് സെന്ററിൽ ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ദൂർ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകം. സിവിലിയൻ മേഖലകളെ ആക്രമിച്ചിട്ടില്ലെന്ന് പറഞ്ഞ പ്രതിരോധ മന്ത്രി ഇന്ത്യയുടെ സൈനിക ശക്തിയുടെ ക്ഷമത ലോകം കണ്ടുവെന്നും പറഞ്ഞു. हमने केवल सीमा से सटे सैन्य ठिकानों पर ही नहीं कार्रवाई की, बल्कि भारत की सेनाओं की धमक उस रावलपिंडी तक सुनी गई, जहां पाकिस्तानी फौज का हेडक्वार्टर मौजूद है. दुनिया देख रही है कि जब भारत ने पाकिस्तान के भीतर घुसकर मल्टीपल स्ट्राइक्स की हैं. പെഹൽഗാമിന് തിരിച്ചടിയായി പാകിസ്ഥാനിലെ പലയിടങ്ങളിലും ഇന്ത്യ ആക്രമണം നടത്തിയെന്ന് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുകയാണ്. ഭീകരർക്കുള്ള ശക്തമായ താക്കീതാണിതെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഭീകരവാദ കേന്ദ്രങ്ങൾ സുരക്ഷിതമല്ലെന്ന് പാകിസ്ഥാന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയെന്നും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. जिन भारत विरोधी और आतंकी संगठनों ने भारत माता के मस्तक पर हमला करके कई परिवारों के सिंदूर मिटाए थे, उन्हें भारतीय सेना ने ऑपरेशन सिंदूर के माध्यम से इंसाफ दिलाने का काम किया है. और इसके लिए आज सारा देश भारतीय सेनाओं का अभिनंदन कर रहा है. ऑपरेशन सिंदूर सिर्फ एक सैन्य कार्रवाई भर नहीं है, बल्कि भारत की राजनैतिक, सामाजिक और सामरिक इच्छा शक्ति का प्रतीक है. यह ऑपरेशन आतंकवाद के खिलाफ भारत की दृढ़ इच्छा शक्ति का और सैन्य शक्ति की क्षमता और संकल्प शक्ति का भी प्रदर्शन है. ഭീകരർ എവിടെ വരെ ഓടിയാലും ഇന്ത്യ പിന്തുടർന്ന് വേട്ടയാടും. പാകിസ്ഥാനിലെ ഒരു ജനവാസ മേഖലകളെയും ഉന്നമിട്ട് ഇന്ത്യ ആക്രമണം നടത്തിയിട്ടില്ലെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. ലഖ്നൌവിലെ പുതിയ ബ്രഹ്മോസ് നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രതിരോധ മന്ത്രി. ന്യൂസ് ഡെസ്ക്, അമൃത TV.